കണ്ണൂർ സീറ്റിനായുള്ള കടുംപിടുത്തത്തിൽ നിന്നും കെ സുധാകരൻ അയയുന്നു എന്നാണ് വാർത്ത. നാളെ പുലർച്ചെ സുധാകരൻ ഡൽഹിക്ക് പോകും. താൻ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. നിഖിൽ, ഇപ്പം നേരത്തെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നതിന് ശേഷം വന്നിരുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ഇപ്പം അടൂർ പ്രകാശ് പോലെയുള്ള ചില എംപിമാർക്ക് ഒരു പക്ഷേ ഇളവ് കൊടുത്തേക്കാം, അതിലുള്ള പ്രകോപനമായിരിക്കും, അല്ലെങ്കിൽ അതിലുള്ള ഒരു പരിഭവമായിരിക്കും ചിലപ്പോൾ സുധാകരൻ ഉണ്ടായിട്ടുണ്ടാവുക. ആ തരത്തിലും വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എംപിമാർക്കും ഇളവില്ല എന്ന നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുന്നു. നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് സുധാകരൻ. ഈ നാടിന്റെ സ്പന്ദനം അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ് സുധാകരൻ. കണ്ണൂർ രാഷ്ട്രീയത്തിൽ കെ സുധാകരൻ, കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ സുധാകരൻ തന്നെയാണ് ഏറ്റവും ഉയർന്ന വ്യക്തിയും വാക്കും ഒക്കെയും. അപ്പോൾ അങ്ങനെയുള്ള സുധാകരൻ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടഞ്ഞു നിൽക്കുന്നത് പാർട്ടിയെയും മുന്നണിയും ഒക്കെ വല്ലാണ്ട് ബാധിക്കും. ഇപ്പോൾ സുധാകരൻ അയയുകയാണോ? സുധാകരൻ ഏതായാലും അത്തരത്തിലൊരു കടുംപിടുത്തത്തിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും പിന്നോട്ട് പോകുന്നു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഒപ്പം നാളെ ഡൽഹിയിലേക്ക് പോകും എന്ന വിവരവും ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കാനിരുന്നതാണ് അദ്ദേഹം. ഒരുപക്ഷെ ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ ഉണ്ടാകും, അനുനയ നീക്കങ്ങൾ നടക്കുമെന്നൊക്കെ നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഡൽഹിയിലേക്കില്ല, തനിക്ക് സീറ്റ് നൽകുമെന്ന് ഉറപ്പ് കിട്ടുന്നതുവരെ ഡൽഹിയിലേക്കില്ല എന്നൊരു നിലപാട് അദ്ദേഹം എടുത്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ പുലർച്ചെ കണ്ണൂരിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അതിനൊപ്പം ഇന്ന് ഒറ്റ വാക്കിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയതെങ്കിൽ പോലും പാർട്ടി തീരുമാനിക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു അയവിൻ്റെ സൂചന അവിടെ ലഭിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇത്രയും ദിവസങ്ങൾ കെ സുധാകരൻ്റെ പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടും ആ നിലയ്ക്കായിരുന്നില്ല. താൻ മത്സരിക്കും, സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് തന്നെ നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പാർട്ടി തീരുമാനിക്കട്ടെ കാര്യങ്ങൾ എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നു. ഒപ്പം നാളെ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചയ്ക്കുള്ള വഴി തെളിഞ്ഞേക്കാം എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ കെ സുധാകരനെ ഏത് രീതിയിലാണ് അനുനയിപ്പിക്കാൻ പോകുന്നത്, ഇനി അദ്ദേഹത്തിന് സീറ്റ് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഏതെങ്കിലും സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ആണ് ഇനി ഈ വിഷയത്തിൽ വലിയ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കേണ്ട കാര്യം. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ഇനി മറ്റേത് ഫോർമുലയാണ് ദേശീയ നേതൃത്വം സ്വീകരിക്കാൻ പോകുന്നത്? നേരത്തെ ഉണ്ടായിരുന്നതുപോലെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരിക എന്ന നിർദ്ദേശത്തെ കെ സുധാകരൻ അംഗീകരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളിലേക്കാണ് ഇനി ഈ വിഷയം പോകുന്നത്. ഏതായാലും സുധാകരൻ നേരത്തെ ഉണ്ടായിരുന്ന കടുംപിടുത്തത്തിൽ നിന്ന് കുറച്ചൊന്ന് പിറകോട്ട് പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പാർട്ടി തീരുമാനിക്കും കാര്യങ്ങൾ എന്ന് സുധാകരൻ പറഞ്ഞു വെക്കുന്നു.